ഹായ് ഓൾ, ഇറ്റ്സ് മീ സ്പിനില. വെൽക്കം ടു അവർ കൂർഗ് എപ്പിസോഡ് നമ്പർ 2. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമ്മളിന്ന് മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് അങ്ങോട്ട് പോകണമെന്നും അവിടെ കാണണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് വന്നത് തന്നെ. അപ്പോൾ സെക്കൻഡ് ഡേ തന്നെ നമ്മൾ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്ന വഴികളാണ് ഇത്. നല്ല രസമുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴി. രാവിലെ ആ ഒരു ചെറിയ തണുപ്പും കാര്യമൊക്കെ ആയിട്ട് ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങി പോകുക എന്ന് പറയത്തില്ലേ, അത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നേ. ഞങ്ങൾ അങ്ങനെ മടിക്കേരി ടൗണിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നമുക്ക് മടിക്കേരി ടൗണിൽ ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മടിക്കേരി ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല തണുപ്പും അതുപോലെ തന്നെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് കയറിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, കാരണം അത്രത്തോളം മഴയും ഇടയ്ക്കിടയ്ക്ക് മഴയും അതുപോലെ തന്നെ കാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ റെയിൻകോട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നിന്നപ്പോൾ തന്നെ കുറച്ച് ഡ്രൈവർമാരൊക്കെ വന്നിട്ട് നമ്മളോട് ഈ ജീപ്പ് സഫാരിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് ഓക്കെ പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങോട്ട് പോകേണ്ടത് ജീപ്പ് സഫാരിക്കാണ് പോകേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓൺ വെഹിക്കിളിലും പോകാനായിട്ട് പറ്റും, പക്ഷേ ലാസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ കുറച്ചേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ജീപ്പ് സഫാരി ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കുറേ ആൾക്കാരല്ലാതെ ബൈക്കിനൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവരവിടെ വരുമ്പോഴത്തേക്കിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പം നമ്മൾ 4 പേരുള്ള ഒരു ഗ്യാങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ 3000 രൂപയാണ്. പിന്നെ ഒരു 250 രൂപ അതിൻ്റെ ഒരു പ്രവേശന ഫീസും കൂടിയുണ്ട്. അപ്പോൾ ടോട്ടൽ 3250 രൂപ. അപ്പം നമ്മൾ അത് സംബന്ധിച്ച് ഈ ഒരു ജീപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളതായിരുന്നേ. കുറേ ആളുകൾ പോയിട്ട് ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ജീപ്പുകളൊക്കെ വരുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലമൊക്കെ നല്ല റോഡുകളാണ്, പക്ഷേ മുന്നോട്ട് ചെല്ലുന്തോറും ഇത് റോഡ് ഭയങ്കര ദുഷ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ കല്ലും മണ്ണും ചരലും അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒത്തിരി കൊക്ക പോലത്തെ ഒരു സ്ഥലമൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഡ്രൈവേഴ്സൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ അവർ ഓടിച്ച് അത്ര പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുപോകുന്നത് അത്രത്തോളം സുരക്ഷിതമായിട്ടുമാണ്. അപ്പം നമ്മൾ പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കാണുന്നത് 2 സൈഡും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ മടിക്കേരി ടൗണിൽ നിന്നും ഒരു 18-20 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നഗരത്തിൻ്റെ ആ ഒരു ഭയങ്കരമായ പൊല്യൂഷനും അതുപോലെ തന്നെ അവിടുത്തെ സൗണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അത്രത്തോളം ശാന്തതയും അത്രത്തോളം പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഈ കൂർഗിൻ്റെ ട്രിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന സ്ഥലമാണ് ഈ മണ്ടൽപ്പെട്ടി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ വരേണ്ട സമയമെന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇതിന് അനുയോജ്യമെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വരുന്നത് ജൂൺ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മഴയൊക്കെ ഫീൽ ചെയ്ത് ആ ഒരു ഫോഗൊക്കെ കുറച്ച് കൂടുതൽ അനുഭവിച്ചൊക്കെ പോകാനായിട്ട് പറ്റും. അതും ഒരു പ്രത്യേകതരം ഫീലാണ്. ഞങ്ങൾ പോകുന്നത് ജൂണിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മഴയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ യാത്ര അത്രത്തോളം ഭംഗിയുള്ളതായിരുന്നേ. ഇത് കണ്ടോ, ഈ ചേട്ടൻ അതുപോലെ നന്നായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്ക് ചില സമയത്തൊക്കെ പേടിയും ചെറുതായിട്ട് വരും കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളെയും കൊണ്ടും അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരെയും കൊണ്ടും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കടകളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. വെള്ളവും കാര്യങ്ങളും ഒക്കെ. അവിടെ നമുക്കൊരു ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരുപാട് ആടി ഒളിഞ്ഞൊക്കെ പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇതിൽ ഞങ്ങൾ പോയ വഴിക്ക് തന്നെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അവരൊക്കെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ബുള്ളറ്റിലും അതുപോലെ തന്നെ ബൈക്കിലും ഒക്കെയാണ്. അവർ വന്നിട്ടും കയറി മുകളിലോട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞു പോയതാണ് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ
ചെക്ക് പോയിൻ്റ്. അവിടെ നമ്മൾ ഫീസ് അടയ്ക്കണമായിരുന്നു. ഡ്രൈവർ തന്നെയാണ് പോയി ഫീസൊക്കെ അടച്ച് വന്ന് നമ്മൾ വീണ്ടും പോവുകയാണേ. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ ഇത്രയും ഭംഗിയാണ്. പോകാൻ കുറച്ച് ദുഷ്കരമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇത്രയാണെങ്കിൽ ആ മൂടൽമഞ്ഞൊക്കെ കണ്ടോ, ഇവിടെ ഇത്രയാണെങ്കിൽ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ചില സ്ഥലങ്ങളിലൊക്കെ കുറേ വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലമാണ്. അതൊക്കെ ഈ ഒരു സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ആ ഒരു കയറി വരുന്നത് എന്താണെന്നറിയോ, അതൊരു താറാണ് കയറി വരുന്നത്. അത് നല്ല സിമ്പിളായിട്ട് കയറി പോരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ എത്താറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കവാടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് കടന്നാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പും ആ ഒരു മഞ്ഞും ഒക്കെ അടിച്ച് നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു ഫ്രഷ്നെസ്സൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരാനായിട്ട് നല്ലതായിരിക്കും. ഞങ്ങൾക്ക് പോയ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളോടും ഇത് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇവർ നമുക്ക് 1 മണിക്കൂർ ടൈമാണ് ഈ ജീപ്പിൻ്റെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1 മണിക്കൂർ നമുക്ക് ഇവിടെ എല്ലാം കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ വരുമ്പോഴത്തേക്കിന് ആ ഒരു ജീപ്പിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ 3000 രൂപ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള നമ്മുടെ ടിക്കറ്റല്ല, നമ്മുടെ വണ്ടിയുടെ ചാർജാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, എന്താ ഒരു ഭംഗി എന്നറിയോ. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ് ഇവിടുന്ന് പോകാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് അത്ര മഴയൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് ഒരു മഴ പൊഴിച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മുകളിലോട്ട് ചെല്ലും തോറും നമുക്ക് മഴ കൂടിക്കൂടി വന്നു. ഒരുപാട് മഴയെന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് ആയിരിക്കും ചെറിയ മഴയാണെങ്കിലും അത് ഭയങ്കര ശക്തമായിട്ടായിരുന്നേ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട്, ഞാൻ തലയിലൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ട് റെയിൻകോട്ടിൻ്റെ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. കാരണം ചെവിയിലൊന്നും കാറ്റടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വെറുതെ ആയിരുന്നു ആ വിചാരമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നല്ലോണം കാറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഇത് കണ്ടോ, എനിക്ക് അവിടെ നിന്ന് സത്യത്തിൽ അനങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രത്തോളം കാറ്റും അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ തട്ടുന്നുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്രത്തോളം കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിനകത്ത് കാണുമ്പം കുറച്ചേ കാണുന്നുണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തൊരു യാത്രയാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷേ നമുക്ക് വന്നപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിരുന്നു ഇത്. ഇനിയും ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ ഈ മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ